ഞാനൊരു ട്രിപ്പ് പോവാട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് അത്രയേറെ സ്പെഷ്യലായിട്ടുള്ള ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. ആളെൻ്റെ കൂടെ കൂടിയിട്ട് ഇന്നൊരു 8-9 വർഷം ആവാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങളിതേ +2 ടൈമിലാണ് കൂട്ടായത് കേട്ടോ. വലിയ അടുപ്പമൊന്നും ആദ്യം ഇല്ലായിരുന്നെങ്കിലും ഒരു ടൂർ പോയിട്ട് വന്നപ്പോൾ ഞങ്ങളിതേ കട്ട ഫ്രണ്ടായിട്ടോ. ഇതാണ് സാറ. സാറയും ഞാനും ഷിബിയാണ് കേട്ടോ ഞങ്ങളുടെ മൂവർ സംഘം. അതിൽ കഴിഞ്ഞ മാസം ഷിബിയുടെ മാരേജ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മാരേജിൽ പങ്കെടുത്തു. നൈറ്റ് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി പുറത്ത് പോയപ്പോൾ ദേ അവിടെ ഒരു വോൾവോ ബസ്. ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ വോൾവോ ബസ്സിൽ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ സാറേയും പറഞ്ഞു സാറേയും കയറിയിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ ഒരു സൈഡിൽ കിടന്ന ആഗ്രഹമായിരുന്നു ബാംഗ്ലൂർ ട്രിപ്പ്. അപ്പോൾ ദേ ഞങ്ങളത് പൊടി തട്ടി എടുത്തായിരുന്നു കേട്ടോ. ബട്ട് ദേ ഇത്ര ഫാസ്റ്റിൽ നടക്കുമെന്നൊന്നും കരുതില്ല. അതിൻ്റെ ഏറ്റവും വലിയ നന്ദി പറയേണ്ടത് എൻ്റെ ഇക്കാടാണ് കേട്ടോ. ഞാനൊരു ബിഗ് നോ ആട്ടോ പ്രതീക്ഷ. ബട്ട് ഇക്ക പോയി വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പി ആയിരുന്നേ. ഇക്കായും വിചാരിച്ചില്ലായിരുന്നു ഞങ്ങൾ ഇത്ര പെട്ടെന്ന് പോകുന്നു കേട്ടോ. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ പറയും എനിക്ക് ഇവിടെ പോകണം അവിടെ പോകണമെന്നൊക്കെ. പിന്നെ ആരും വിളിച്ചിട്ട് വരാത്തതുകൊണ്ട് ഞാൻ തന്നെ ആ മോഹമൊക്കെ അങ്ങ് മനസ്സിലങ്ങ് ഒതുക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിൽ അധികം നടക്കാറില്ല കേട്ടോ. പെട്ടെന്നുള്ള പ്ലാനിങ്ങും എന്താ പറയുക പെട്ടെന്നുള്ള തീരുമാനങ്ങളായിട്ടോ എപ്പോഴും അടിപൊളിയാകാറ്. അപ്പോൾ ദേ ഞങ്ങൾ തലേന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. പിറ്റേന്ന് മോർണിംഗ് ദേ ബാംഗ്ലൂരിലെത്തി. അങ്ങനെ റെഡിയായി ഇറങ്ങി ഇവിടെ ഒരു കേരള ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നേ. തലേന്ന് നൈറ്റ് ഞങ്ങൾ ഫുഡൊന്നും മേടിച്ച് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം പണി കിട്ടണ്ടെന്ന് കരുതി അതിൻ്റെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫുഡ് ഷെയർ ചെയ്തൊക്കെ കഴിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ പൂരി മസാലയായിരുന്നു കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് അഥവാ കൊള്ളൂല്ലെങ്കിൽ ഞങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടി ബ്രെഡും ജാമും എല്ലാം മേടിച്ചിരുന്നെങ്കിലും അതൊന്നും ആവശ്യം വന്നില്ല കേട്ടോ. പിന്നെ ഇനിയാണ് കേട്ടോ ഞങ്ങൾ എവിടെ പോവേണ്ടതെന്നുള്ള പ്ലാനിങ്. കാരണം ഞങ്ങൾ എന്താ പറയുക ഒന്നും പ്രിപ്പയർ ആയിട്ടല്ല കേട്ടോ വന്നത്. അപ്പോൾ ഞങ്ങളിതേ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു കബോൺ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ മെട്രോയിലാണ് പോകുന്നത്. കാരണം ഇവിടെ അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. ഓട്ടോയിൽ പോകുന്നതിനേക്കാളും മെട്രോ ആണ് കേട്ടോ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയായിരുന്നു. ഞങ്ങൾക്ക് ഈ എക്സൈറ്റ്മെൻറ്റ് കൂടി വട്ടായെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അങ്ങനെയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ എങ്ങോട്ടാ എങ്ങനെയാ എന്താ എന്നുള്ള ഒരു ഐഡിയ ഇല്ല. എങ്കിലും ഞങ്ങൾ ഒരു കോൺഫിഡൻസിൽ അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് മെട്രോയിൽ കയറി. 3rd സ്റ്റേഷനാണ് കേട്ടോ കബോൺ പാർക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയായിരുന്നു. അങ്ങനെ ഇറങ്ങി അപ്പോഴേക്കും ഇവിടെ ഒരു കുഞ്ഞ കീ ചെയിൻ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒത്തിരി നല്ല കീ ചെയിൻസ് ഒക്കെ കണ്ടായിരുന്നു. പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് മാലയൊക്കെ മേടിക്കാൻ കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇതെല്ലാം 99 റുപ്പീസാണ്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതേ കണ്ടില്ലേ, ഒത്തിരി വെറൈറ്റി കീ ചെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങളിതേ കസ്റ്റമൈസ് ചെയ്ത് മാലയൊക്കെ മേടിക്കുക കേട്ടോ. നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞ് ലോക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം 30 റുപ്പീസ് ആട്ടോ ഈ ഒരു കുഞ്ഞ് ലോക്കറ്റ്. അപ്പോൾ നോക്കിയിട്ടൊക്കെ മേടിക്കുക, ഇല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. നെക്സ്റ്റ് കബോൺ പാർക്കും സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ അടുത്ത പാർട്ടിൽ പറയാട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.